കാര്യം ചെയ്യും, ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരിടത്തിന് ഞാനങ്ങ് കൊണ്ടുപോകും. നീ കാശ് കൊണ്ട് തന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നാ മതി. നാളെ ഈ നേരത്ത് ഞാൻ വരും. എന്റെ കാശ് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ കാർത്തികൻ വെറുതെ പോവില്ല. അച്ഛനും മക്കളും കൂടി കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ചേട്ടൻ ജയിലിൽ കിടക്കുന്നതിന് പകരമായിട്ട് നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അങ്ങ് ഇല്ലാതാക്കിയല്ലോ എന്ന്. ഈശ്വര, അയാൾ ഒരിക്കലും അങ്ങോട്ടേക്ക് എത്തല്ലേ. എന്റെ കുടുംബത്തെ കാത്തോളണേ. സുദേവ, അവൻ ഇനിയും വരും. പാതിരാത്രിയിലോ മറ്റോ അവനും അവന്റെ ആൾക്കാരും കൂടി കേറി വന്നാലോ? അച്ഛാ, ചേച്ചിയെ സൂര്യ സാറിനെ വിളിച്ചു പറ, അവരെന്താന്ന് വെച്ചാ ചെയ്തോളും. ഒരു കാര്യം ഞാൻ എല്ലാരോടുമായി പറയാം. ഒരു കാരണവശാലും കാർത്തികേയൻ ഇവിടെ വന്നതും ബഹളം വെച്ചതൊന്നും നന്ദിനി മോൾ അറിയാൻ പാടില്ല. അറിഞ്ഞ ആ നിമിഷം അവള് പുറപ്പെട്ടു വരും. അവന്റെ ഉദ്ദേശം അതാ, നന്ദിനിയോട് അവന്റെ പക. അതെ മക്കളെ, ചേച്ചിയെ കൺമുന്നിൽ കിട്ടിയാല് അവൻ അവളെ വെറുതെ വിടില്ല. എങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാലോ അച്ഛാ? പോലീസുകാര് കാർത്തികേയന്റെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരാ. നന്ദിനിയോ സൂര്യ സാറോ ഇങ്ങോട്ട് വരുന്നത് അപകടമാ മക്കളെ. ചേച്ചിയാ. ഹലോ അച്ഛാ, അച്ഛൻ വീട്ടിലെത്തിയോ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, അച്ഛൻ വീട്ടിലുണ്ട്. ഇവിടെ ആരും വന്നില്ല. അവരൊക്കെ എന്തെടുക്ക? പേടിച്ചിരിക്കണോ? ഹേയ്, എന്ത് പേടിക്കാൻ? ഞങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. ജയിലിൽ നിന്ന് ഇറങ്ങിയവനല്ലേ, അവന് നല്ല പേടിയുണ്ടാവും. അവൻ ഇങ്ങോട്ടൊന്നും വരില്ല മോളെ. ചേച്ചി, അച്ഛൻ പറയുന്നത് നുണയാ. എന്താ അച്ഛൻ അവള് പറഞ്ഞത്? ഏയ്, അതൊന്നുമില്ല മോളെ, അവള് വെറുതെ. അയ്യോ, ചേച്ചി വെറുതെ അല്ല, കാർത്തികൻ ഇവിടെ വന്നു. അയാൾ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടിയെന്നറിയോ? ഇനിയും വരും അങ്ങനെ പറഞ്ഞിട്ടാ അയാള് പോയത്. വന്നാ കൊല്ലൂന്നാ പറഞ്ഞിരിക്കുന്നത്. നീ ഫോൺ അച്ഛനേലും ഒന്ന് കൊടുത്തേ. കൊടുക്കാൻ മോളെ, അച്ഛനോട് കള്ളം പറഞ്ഞു അല്ലേ? മോളെ, അത് അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് എന്നോട് മറച്ചു വെച്ചു അല്ലേ? അല്ല, ഞാൻ അച്ഛൻ എന്താ കരുതിയത്? ഞാൻ ഇവിടുത്തെ ആണെന്നോ? ഇവിടെ എനിക്ക് എന്താ കടപ്പാടാ ഉള്ളത്? എന്റെ കടവും കടപ്പാടും ഒക്കെ നമ്മുടെ വീട്ടിലാ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിന്നോട് ആരാടി പറഞ്ഞ അങ്ങനെയൊക്കെ പറയാൻ? പിന്നെ പറയാതെ. കാർത്തികൻ വന്നാ അച്ഛൻ അടിച്ചമർത്തോ? അച്ഛന് വയ്യാത്തല്ലേ? ചേച്ചി യതി സാറിനോടും സൂര്യ സാറിനോടും പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാ ചെയ്തോളും. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെ, ആ കുടുംബത്തിന് ഉപദ്രവമൊന്നുമില്ലാതെ നോക്കിക്കോണം. ഓക്കെ അല്ലേ? സർ, ഞാൻ പറഞ്ഞില്ലേ എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കാൻ. പോലീസിനെ പേടിയുണ്ട് കാർത്തികൻ വീട്ടിലേക്ക് വരില്ലെന്നല്ല സാർ പറഞ്ഞത്. അയാള് വന്നു, വീട്ടിൽ കാണിക്കാവുന്ന വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചു. മാനം കെടുന്നതിലും വലിയ ഉപദ്രവം ഉണ്ടോ സർ? രാത്രിയിൽ
വീണ് കയറി വരുന്നു പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. എന്റെ അച്ഛനും അനിയത്തിമാരും എന്താ ചെയ്യേണ്ടത്? സർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അരിവാളും കയ്യിലെടുത്ത് മുൻപിൽ നിന്നിട്ടായാലും എന്റെ അച്ഛനെ അനിയത്തിമാരെയും സംരക്ഷിക്കുമായിരുന്നു. ഇത്ര പെട്ടെന്ന് അവന്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനൊന്ന് വിളിക്കട്ടെ? ഇനി ആരെയും വിളിക്കണ്ട. എനിക്ക് പോണം സർ. സാറ് തടഞ്ഞാലും ശരി. എന്തിനു വാ? സൂര്യ, നീ എന്ത് ചെയ്യാൻ പോവാ? ഇയാളിവിടെ മനസ്സിനെ തീ പിടിച്ചിരിക്കുമ്പോ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. വാ നന്ദിനി, സർ, എന്റെ കൂടെ വരാനാ പറഞ്ഞത്. വാ. സൂര്യ, എന്താ നിന്റെ പ്ലാൻ എന്ന് പറ. അവൻ കൊല്ലാൻ ഇറങ്ങിയാലേ തിരിച്ചു കൊല്ലണം. എങ്ങോട്ടായി പോകുന്നേ? എടോ, ഒരു കാര്യത്തിന് മനസ്സിലൊരു ടെൻഷൻ വന്നു. ഏറ്റവും നല്ല കാര്യം ഒന്ന് യാത്ര ചെയ്യാന്നുള്ളതാണ്. സാറിന് എന്നെ യാത്രയ്ക്ക് കൂട്ടുപിടിക്കാൻ വേറെ ഒരു സമയവും കണ്ടില്ലേ? ഇതിനേക്കാൾ നല്ല സമയം ഏതാ യാത്രയ്ക്ക്? സർ, എന്റെ വീട് ചുട്ടുകരിക്കാൻ അവിടെ ആളുകൾ നിൽക്കുക. എങ്ങനെങ്കിലും പോയി അവരെ രക്ഷിക്കുന്നതിന് പകരം എന്റെ മനസ്സ് തണുപ്പിക്കുന്ന അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മൾ അങ്ങോട്ട് തന്നെയാ പോകുന്നേ. ആ പ്രശ്നത്തിൽ ഇടപെടാൻ. സാർ, വണ്ടി ഒന്ന് നിർത്തി. ഒന്ന് നിർത്തൂ സർ. എന്തു പറ്റി? സാർ എന്റെ വീട്ടിലേക്ക് വരണ്ട. പിന്നെ വരാതെ? സാർ അങ്ങോട്ട് വന്ന പ്രശ്ന. അവിടെ വന്നിട്ട് സാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കാർത്തികനെക്കാളും ക്രൂരമായിട്ടായിരിക്കും സാറിന്റെ അമ്മ ഞങ്ങളെ വേട്ടയാടുന്നത്. വേണ്ട സർ, ഞാൻ ഇവിടുന്ന് ഒരു ബസ് കയറി വീട്ടിൽ പോയിക്കോളാം. സാർ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല.